ഓഫ് കോഴ്സ്. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ കണക്കുകൾ നമ്മളെടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും സ്റ്റുഡൻറ്റ് മൊബിലിറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ഒരു 20 മടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ജേണിയിലേക്ക് പിന്നീട് കടക്കുമ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഫ്രാൻസിലെ പാരീസിലെ സയൻസ് എക്സ്പോ, സോഷ്യൽ സയൻസ് ആകട്ടെ പല കോഴ്സുകൾക്കും പലരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. എങ്ങനെയാണ് സയൻസ് എക്സ്പോ ചൂസ് ചെയ്യുന്നത്? മാസ്റ്റേഴ്സിൽ പോകുന്ന സമയത്ത് ഓൾറെഡി ഇൻ്റർനാഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിവിൽ സർവീസ് എന്നുള്ളത് ഒരു എയിമായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് അധ്യാപകരാകട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണോ അവിടെ എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്? പീസ് റേഡിയോ സവിശേഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൻ്റെ തുടർച്ചയിലേക്ക് വരികയാണ്. നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് അമീൻ അരിമ്രയാണ്. ഐക്യരാഷ്ട്രസഭയിൽ നിലവിൽ പ്രൊജക്റ്റ് ഓഫീസറായിക്കൊണ്ട് ബെൽജിയത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം UG പീരീഡ് വരെയുള്ളൊരു സമയത്തെ അനുഭവങ്ങളായിരുന്നു നമ്മൾ പങ്കുവച്ചിരുന്നത്. ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് കോഴ്സ് കഴിയുന്നു. പിന്നീട് ഒരുപാട് ഇൻറ്റേൺഷിപ്പുകളിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണ്. ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രാധാന്യം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ UGC കമ്പൾസറി ആക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻറ്റേൺഷിപ്പുകൾ ഈ ഒരു കാലയളവിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ആദിലാബാദിൽ പോയതും കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ളൊരു പീരീഡ് എങ്ങനെയായിരുന്നു? ഞാൻ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് 3 വർഷത്തിലും ഞാൻ എല്ലാ സെമസ്റ്റർ ബ്രേക്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് ഫീൽഡിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ക്ലാസ് റൂം പഠനത്തോടൊപ്പം തന്നെ ഈ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും ഇൻറ്റേൺഷിപ്പുകളും കോ കരിക്കുലർ എലമെൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ കരിയറിൽ നമ്മൾ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ബാച്ചിലേഴ്സിൻ്റെ തുടക്കം തൊട്ടേ അത് റിയലൈസ് ചെയ്യുകയും ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് തിരുരങ്ങാടി അക്ഷയ സെൻറ്ററിലാണ്. പിന്നെ നെഹ്റു യുവകേന്ദ്ര മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നെഹ്റു യുവകേന്ദ്രയുടെ ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിയിൽ ഒരു MP അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് MEAയുടെ ഒരു ഇൻറ്റേൺഷിപ്പ്, അത് ഇന്ത്യൻ എംബസി, സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ 3 മാസം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു 3 വർഷ കാലയളവിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്, പഠനം കഴിഞ്ഞിട്ടും അത് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഞാൻ പിന്നീട് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത്. കാരണം പുറത്ത് ഒരു പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ CV ബിൽഡ് ചെയ്യണം. അപ്പോൾ ആ CV ബിൽഡ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓഫ് കോഴ്സ് നമുക്കുള്ള ഗ്രേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണെന്ന് തെളിയിക്കാനുള്ളത് ഉള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. ആ വർക്ക് എക്സ്പീരിയൻസ് നമ്മൾ പഠനകാലത്ത് നമുക്ക് ട്രെയിനിഷിപ്പുകളും അപ്രൻറ്റിസ്ഷിപ്പുകളും ഇൻറ്റേൺഷിപ്പുകളും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അത് മാക്സിമം ചെയ്യുക. അതേപോലെ തന്നെ ഈ ഓൺലൈൻ കോഴ്സുകളുണ്ടാവും, നമുക്ക് താല്പര്യമുള്ള വിഷയത്തിൽ ഓൺലൈൻ കോഴ്സുകൾ കോഴ്സെറ പോലത്തെ വെബ്സൈറ്റുകളിൽ മൂക്ക് കോഴ്സുകൾ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ CV നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ബാച്ചിലേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സിവിൽ സർവീസ് എന്നുള്ള മോഹം ചെറുതായിട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസും UN ഇൻ്റർനാഷണൽ സിവിൽ സർവീസിലേക്ക്, ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് ഇൻ്റർനാഷണൽ സിവിൽ സർവീസിലേക്ക് ചെറുതായിട്ട് മാറുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം ബാച്ചിലേഴ്സിൻ്റെ എൻ്റെ അവസാന ഇയറിലെ തിസീസിൻ്റെ സമയത്താണ് ഞാൻ മൈഗ്രേഷൻ എന്നുള്ള ഫോക്കസിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കരിയറിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബേസ് സ്റ്റെപ്പ് is to do internships, do കോ-കരിക്കുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ജേണിയിലേക്ക് പിന്നീട് കടക്കുമ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഫ്രാൻസിലെ പാരീസിലെ സയൻസ് എക്സ്പോ, സോഷ്യൽ സയൻസ് ആകട്ടെ പല കോഴ്സുകൾക്കും
പലരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. എങ്ങനെയാണ് സയൻസ് എക്സ്പോ ചൂസ് ചെയ്യുന്നത്? മാസ്റ്റേഴ്സിൽ പോകുന്ന സമയത്ത് ഓൾറെഡി ഇൻ്റർനാഷണൽ റിലേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിവിൽ സർവീസ് എന്നുള്ളത് ഒരു എയിമായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് അധ്യാപകരാകട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണോ അവിടെ എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് അത് അതൊരു ലീനിയർ പ്രോസസ്സല്ല. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലോങ് ടേം തിങ്കിങ്ങിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് ഒരു ഷോർട്ട് ടേം അപ്രോച്ചാണ്. 12th കഴിയുമ്പോൾ ബാച്ചിലേഴ്സിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിലെനിക്ക് ഏതൊക്കെ എൻട്രൻസ് എക്സാമുകളാണ് എഴുതാൻ പറ്റുന്നത്, അത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ബാറ്റ് ചെയ്തിരുന്നു, IIT-HSC ചെയ്തിരുന്നു, പിന്നെ മെഡിക്കൽ എൻട്രൻസ് ആയിരുന്നു. ഒക്കെ അങ്ങനെയായിരുന്നു ഞാൻ ആ പ്രോസസ്സ് കൈകാര്യം ചെയ്തത്. ബാച്ചിലേഴ്സ് 3rd ഇയർ കഴിയാറായ സമയത്ത് ഇനി എന്താണ് ഉള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് അപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ. അതോടൊപ്പം മാസ്റ്റേഴ്സിന് ഞാൻ ടിസ് മുംബൈ ക്യാമ്പസിന് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ക്ലിയർ ചെയ്തു, JNU ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓൾറെഡി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഞാൻ അബ്രോഡ് ഏതൊക്കെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അബ്രോഡ് പോകാമെന്നുള്ളതായിരുന്നില്ല ആഗ്രഹം, പഠിക്കുന്നത് ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് QS വേൾഡ് റാങ്കിങ്ങിൽ പൊളിറ്റിക്കൽ സയൻസിൽ അന്ന് 1ാം റാങ്ക് സ്റ്റാൻഫോർഡും 2ാം റാങ്ക് സ്യോൺസ്പോ ആയിരുന്നു. ഞാൻ സ്യോൺസ്പോയിൽ അപ്ലൈ ചെയ്തു, LSEയിൽ അപ്ലൈ ചെയ്തു, സസെക്സ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. ഈ 3 യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ആലോചിച്ചത്, ഓക്കെ ഇപ്പോൾ എനിക്ക് ഈ അഡ്മിഷൻ സെക്യൂർ ആയി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ ഇതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ എല്ലാം കണ്ടിരുന്നത്. ഞാൻ ഓക്കെ 12th മുതലേ ഈ പിന്നെ മാസ്റ്റേഴ്സിൽ ഞാനിത് ചെയ്യണം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിവിൽ സർവീസിൻ്റെ ആയിത്തീരണം എന്നുള്ള ലോങ് ടേം തിങ്കിങ്ങിനുപരി ഞാൻ ഷോർട്ട് ടേം ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പിന്നെ ത്രൂ ദ പ്രോസസ്സ് നമുക്ക് വരും. അത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും, നമ്മൾ എഫേർട്ട് ഇടണം ഓഫ് കോഴ്സ്. അതേപോലെ പിന്നെ നമ്മളെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥന ഉണ്ട്, അതിൽ ലക്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബാധകമാണ്. അപ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്നു. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സിന് ഇത് കിട്ടി, സ്കോളർഷിപ്പും കിട്ടി. പിന്നെ ഓരോ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യാൻ നല്ല ടീച്ചേഴ്സും ഉണ്ട്. ടിസ്സിൽ എനിക്കുണ്ടായിരുന്നു, കുറേ നല്ല മാഷുമാരുണ്ടായിരുന്നു, അതേപോലെ നല്ല പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഗൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്യോൺസ്പോയിൽ എത്തുന്നത്. സ്യോൺസ്പോയിൽ എനിക്ക് എത്തുന്ന സമയത്ത് സ്കോളർഷിപ്പും ഉണ്ടായിരുന്നു, OBC ഓവർസീസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ് അന്ന് കൊടുത്തിരുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, അത് 10 lakhs അതും കിട്ടിയിരുന്നു. അപ്പോൾ അതും അങ്ങനെയാണ്. പിന്നെ ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇതൊക്കെ എനിക്ക് പോകാൻ പറ്റുന്നതിൻ്റെ കോർ റീസൺ എന്ന് പറയുന്നത് പാരൻസിൻ്റെ സപ്പോർട്ടാണ്. അവർ നിനക്ക് പോകാനുള്ള മേഖല നീ ചൂസ് ചെയ്തോ, അതിനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരാം. പിന്നെ അത് ഞാൻ അതിൻ്റെ റിസർച്ചും സംഗതികളൊക്കെ ചെയ്ത്, കാരണം ഈ സോഷ്യൽ സയൻസിൽ ആ സമയത്ത് നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ആളുകൾ വളരെ കുറവായിരുന്നു. ആരാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ടോപ്പ് യൂണിവേഴ്സിറ്റികളും ഇതും കണ്ടെത്തുക എന്നല്ലാതെ നമുക്ക് ആ സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് നമ്മളെ ഇതിൻ്റെ കുറച്ച് വർഷം മുമ്പ് ഓൾറെഡി അവിടെ പഠിച്ച വേറെ ആരൊക്കെയാണുള്ളത്, അങ്ങനെ നമ്മളെ ഭാഗത്തു നിന്നും കൂടുതൽ പേര് പോയിട്ടില്ലായിരുന്നു. ഫ്രാൻസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് വളരെ കുറച്ച് പേരെ ആ സമയത്തൊക്കെ അവിടെ പോകണമല്ലേ. ഇന്ന് സാഹചര്യം മാറി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്യോൺസ്പോയിൽ എത്തുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സാഹചര്യം മാറി എന്ന് പറയുമ്പോൾ അതിലേക്കും കൂടി ആഡ് ചെയ്തിട്ട് പോകാൻ തോന്നുന്നു. ഇന്ന് പ്രത്യേകിച്ച് മൈഗ്രേഷൻ, ഒരു പഠനം മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പഠനാവശ്യങ്ങൾക്ക് പോകുന്നു, അവിടെ സ്റ്റേ ബാക്ക് എടുക്കുന്നു, പിന്നീട് അവിടെ തന്നെ സെറ്റിലാവുന്ന രീതിയിലേക്ക് മാറുന്നു. പക്ഷേ ഈ പഠനാവശ്യാർത്ഥം പോകുന്ന പലരും ഒരു 3rd tier യൂണിവേഴ്സിറ്റിയിലേക്കോ അങ്ങനെയൊക്കെയാണ്, ഒരുപാട് ലോൺ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ജേണി എന്ന് പറയുമ്പം സ്കോളർഷിപ്പ് കിട്ടിയുകൊണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രോപ്പർ പ്രോസസ്സ്, ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് ഒരു കരിയർ ഉദ്ദേശിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പം അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരുപാട് വലിയ വിദ്യാർത്ഥി കൂട്ടം ഇന്ന് നമ്മൾ കേരളം നേരിടുന്ന ഒരു വലിയൊരു ബ്രെയിൻ ഡ്രെയിനും കൂടിയാണ്. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ
നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ഓൾറെഡി ഇന്ത്യ ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റലാണ് വേൾഡിൻ്റെ. നമുക്ക് ആവശ്യത്തിന് റിസോഴ്സസ് ഇവിടെ ഉണ്ട്. ഓഫ് കോഴ്സ് പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ നിന്നായാലും കേരളത്തിൽ നിന്നായാലും സ്റ്റുഡൻറ്റ് മൊബിലിറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ഒരു 20 മടങ്ങ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞത്, വർക്ക് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 970 മുതൽ കേരളത്തിൽ നിന്നും ട്രഡീഷണലായിട്ട് മൈഗ്രേഷൻ വാസ് ടുവേർഡ്സ് ഗൾഫ് കോറിഡോർ. ഇപ്പോൾ ഗൾഫ് പിന്നെ സൗദി, UAE, GCC രാജ്യങ്ങളിലേക്കാണ്. ആ രാജ്യങ്ങളിലെ സാധ്യതകൾ ഒരു 2010 ശേഷം അവിടുത്തെ നാഷണലൈസേഷൻ പ്രോസസ്സ് മൂലം കുറയാൻ തുടങ്ങി. അവിടുത്തെ പിന്നെ രാജ്യങ്ങൾ നോളജ് ബേസ്ഡ് എക്കോണമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവർ സെമി സ്കിൽഡ് ലേബറേഴ്സിനെയും ഒക്കെ റീപ്ലേസ് ചെയ്ത് കുറച്ചും കൂടിയും മോഡേണൈസ് ചെയ്ത് അവരുടെ സ്വയം പൗരന്മാർക്ക് ജോലി ഒക്കെ കൂട്ടാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ കാരണം കൊണ്ട് തന്നെ അവിടുത്തെ സാധ്യതകൾ കുറഞ്ഞു വരുന്നൊരു പ്രവണത നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ കേരള എന്ന് പറയുന്നത് ഒരു റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമിയാണ്. 23% ഓഫ് കേരളത്തിലേക്ക് വരുന്ന കേരളത്തിൻ്റെ GDP റെമിറ്റൻസ് എന്നാണ്. റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസയാണ്. അത് നമ്മളെ നാട്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ഒക്കെ പിന്നെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് 2010 ശേഷം ഉണ്ടായിട്ടുണ്ട്. 2015 ശേഷമാണ് ഈ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ്റെ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നത്. അത് ഈ GCC സാധ്യതകൾ കുറയുന്ന സാഹചര്യത്തിൽ പിന്നീടുള്ള നെക്സ്റ്റ് നമ്മൾ അടുത്ത മരുപ്പച്ച എന്താണെന്ന് തേടിയുള്ള മലയാളിയുടെ ഒരു ഇന്നർ, നമ്മളെപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. കേരളത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ്, ഓപ്പർച്യൂണിറ്റി തേടി പോകുന്ന ആളുകളാണ്. അപ്പോഴാണ് യൂറോപ്പിലെ ഒക്കെ ഉള്ളൊരു യൂറോപ്യൻ ലേബർ മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് പല സാധ്യതകൾ അവിടെ പോയ ആളുകൾ പറഞ്ഞു തുടങ്ങുന്നതും. അപ്പോൾ ഏറ്റവും അങ്ങോട്ട് ഈസി ആയിട്ട് പോകാനുള്ള ഒരു പാത്ത് വേ സ്റ്റുഡൻ്റ് ആയിട്ട് പോവുകയാണെന്നുള്ളത് 2015 മുതൽ ആ കാലഘട്ടം 2020 ആ കോവിഡിൻ്റെ കുറച്ച് മുമ്പും കോവിഡിന് ശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് കൂടി നമ്മൾ കാണുന്ന കണക്കുകൾ. അപ്പോൾ ആ സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ ജർമ്മനി പോലത്തെ ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ സ്റ്റുഡൻ്റായിട്ട് പഠനത്തിന് പോകാൻ വളരെ സിംപ്ലറായിട്ട് നിങ്ങൾക്ക് പറ്റും, അവിടെ യൂണിവേഴ്സിറ്റി ഫീ തന്നെ വളരെ കുറവാണെന്നൊക്കെ ഉള്ള അതേ സമയത്താണ് കേരളത്തിൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് എന്നുള്ള ഒരു പിന്നെ അതിൻ്റെ വളർച്ചയെ നമ്മൾ കാണുന്നത്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചി പോലത്തെ വലിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ എല്ലാ മുക്കിലും മുനയിലും സ്റ്റഡി അബ്രോഡ് ഏജൻസികളും പിന്നെ ഏജൻറ്റുമാരും ഉണ്ട്. നിങ്ങൾക്ക് ഫ്രാൻസിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ജർമ്മനിയിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ അതൊരു ബിസിനസ് മോഡലായിട്ട് മാറുകയാണ് ഈ കാലത്ത്. അപ്പോൾ ആ പ്രവണത കുറച്ച് പിന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിനെ നമ്മൾ ഇന്നും റെഗുലേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മളെ നാട്ടിൽ വന്നിട്ടില്ല. കാരണം എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസിനൊന്നും റെഗുലേറ്റ് ചെയ്യുന്ന, അപ്പോൾ അതിൽ ഭാഗമായിട്ട് പല ചൂഷണങ്ങളും സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ അബ്രോഡ് നിങ്ങൾക്ക് ലോൺ എടുത്തൊക്കെ പോകുന്നത് പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത്, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഈ ഏജൻസികളിൽ പോകുമ്പോൾ വളരെ വേറൊരു രീതിയിലാണ് മൊത്തത്തിൽ അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ സാഹചര്യങ്ങളും അവർ അവതരിപ്പിക്കുന്നത്. ഞാൻ എല്ലാ കൺസൾട്ടൻസീസും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഏജൻസും മോശക്കാരാണ് അല്ലെങ്കിൽ അവർ ബിസിനസ് മെൻറ്റാലിറ്റിയിൽ ഇത് കുട്ടികളെ ചൂഷണം ചെയ്യാനാണ് പ്രവർത്തിക്കുന്നതെന്നല്ല പറയുന്നത്. കുറേയേറെ നല്ല പിന്നെ ഒബ്ജക്റ്റീവ് വെച്ച് തുടങ്ങിയ ഏജൻസികളും അവർ ഹെൽപ്ഫുള്ളായിട്ട് ഏറെ കുട്ടികളെ പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് ടോപ്പ് പ്രീമിയം യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് അവിടുന്ന് തന്നെ നമ്മൾ പിന്നെ ലേബർ മാർക്കറ്റിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള വഴി നമ്മൾ കണ്ടെത്തി. അപ്പോൾ അത് പോകുമ്പോൾ കുറച്ചും കൂടി സിംപ്ലറാണ്. മറ്റേത് നമ്മളൊരു ഏജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ പറയുന്ന യൂണിവേഴ്സിറ്റി പോയി, അത് ചിലപ്പോൾ ഒരു 3rd ടയർ യൂണിവേഴ്സിറ്റി ആവാം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവാം. അവിടെ ചെന്നിട്ട് നമുക്ക് ചിലപ്പോൾ ലാംഗ്വേജ് അറിയില്ല,
പിന്നെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ അവിടെ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ പോയവർ, ലോൺ എടുത്തൊക്കെ പോയവർ ഹൈ എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. ആ എക്സ്പെക്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി പിന്നെ കുറേ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അങ്ങനത്തെ സംഗതികളിലേക്ക് പോകുന്ന ഇതേ സമയത്ത് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ സൂയിസൈഡ് നിരക്ക് കൂടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പുറത്ത് പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ സൂയിസൈഡ് നിരക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇതിൽ കാണാതെ പോകുന്നുണ്ട്. നമ്മൾ പഠനത്തിന് എൻ്റെ മോൻ ജർമ്മനിയിലാണ്, എൻ്റെ മോൻ ഫ്രാൻസിലാണ്, എൻ്റെ മോൻ അയർലൻഡിലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളതിലുപരി ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള, നമുക്ക് ജോലി കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം പുറത്ത് പഠിക്കാൻ പോകുന്ന രീതിയിൽ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അത് ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും PhD ആണെന്നുണ്ടെങ്കിലും. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ രക്ഷിതാക്കളാകട്ടെ പുറത്ത് പഠിക്കാൻ പോകുന്ന താല്പര്യമുള്ള വിദ്യാർത്ഥികളാകട്ടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂചിപ്പിച്ച് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാരീസിലെ ഒരു പഠന കാലയളവ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് നേരത്തെ സൗദിയിലും മറ്റൊക്കെ പഠിച്ചിരുന്നു, എന്നാലും യൂറോപ്പിലുള്ളൊരു എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു മാസ്റ്റേഴ്സ് ജീവിതം? മാസ്റ്റേഴ്സ് ജീവിതം നമ്മളൊരു സ്റ്റുഡൻ്റായി ജീവിക്കുമ്പോൾ കുറേ അധികം പേഴ്സണൽ ഗ്രോത്തും അതിലുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ പേരൻസിനൊക്കെ വിട്ട് ഒരു പുതിയ സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു പേഴ്സണൽ അച്ചടക്കം കൂടി ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ എന്നെ സംബന്ധിച്ചോളം അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ മാസ്റ്റേഴ്സ് ജീവിതത്തിൽ ഉണ്ടായൊരു മേജർ മാറ്റം. ഞാൻ മാസ്റ്റേഴ്സിന് പോയ സമയത്താണ് എൻ്റെ ടുവേർഡ്സ് ദി എൻഡ് ഞാൻ എൻ്റെ കരിയർ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കോവിഡൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെയാണ്, പാരീസിലാണ്, വിയന്നയിലൊക്കെ ആയിരുന്നു ഞാൻ കോവിഡ് വന്ന സമയത്ത്. അപ്പോൾ കുറേയധികം എനിക്ക് എങ്ങനെയാണ് നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്, നമ്മളെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്. ഞാൻ ഫ്രഞ്ച് കുറച്ച് പഠിച്ചു ഉള്ള സമയത്ത്, ഞാനവിടെ പാരീസിലുണ്ടായിരുന്ന സമയത്ത് കുറേയേറെ ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറൽ എൻവയൺമെൻറ്റിൽ നമ്മളെങ്ങനെ പെരുമാറണം ആൾക്കാരോട്, എന്തൊക്കെയാണ് അതിനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ സംസാരത്തിലുണ്ടാവേണ്ട മാറ്റങ്ങൾ. അപ്പോൾ ആ ഒരു പേഴ്സണൽ മെച്യൂരിറ്റി കുറേയധികം അറ്റൈൻ ചെയ്യാൻ ആ ഒരു കാലയളവ് സഹായിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു പേഴ്സണൽ അക്കാഡമിക് പോയിൻ്റ് ഓഫ് വ്യൂ എന്നല്ല കേട്ടോ പറയുന്നത്. അക്കാഡമിക് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പാരീസിൽ പഠിച്ച സമയത്ത് കുറേയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പിന്നെ പഠിച്ച കാര്യങ്ങളും ഉണ്ടായിരുന്നു. ബട്ട് ഫ്രം എ വെരി പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ പുറത്ത് നമ്മൾ പഠിക്കുമ്പോൾ, ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഉണ്ടാവേണ്ട മാറ്റങ്ങളും പിന്നെ നമ്മൾ പിന്നെ പല രീതിയിലുള്ള ആളുകളോട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും ഇതൊക്കെ കുറേയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു വേൾഡ് വ്യൂ പിന്നെ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ അത് ഹെൽപ്ഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പാരീസിലുള്ള ജീവിതം. പിന്നെ നമ്മളെങ്ങനെ ഫൈനാൻഷ്യലി എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്റ്റുഡൻ്റായി നിൽക്കുമ്പോൾ ഈ ഒരാഴ്ച ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര കാശാണുള്ളത്, ഞാനിതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ ആ സമയത്താണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. ബാക്കി ഓക്കെ വീട്ടിൽ നിന്ന് കുറച്ച് കാശ് തരും, പിന്നെ അത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ ചോദിക്കുന്നു. അതേപോലെ ആവില്ല നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ നമുക്ക് മാസം എത്രയാണ് നമ്മളെ ചിലവ്, എത്രയാണ് റൂമിനുള്ള റെൻറ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് കുറേയധികം എക്സ്പോഷർ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് പല ആളുകൾക്കും, എൻ്റെ ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് നല്ല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇന്ത്യയിലുള്ള ഒന്നും പോലെ എടുത്തൊരു ജീവിത രീതിയല്ല അവിടെ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യം ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറി. ഇപ്പോൾ അൽഹംദുലില്ലാ ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറിക്കൂടാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ഭാഷകളാവട്ടെ, പല കൾച്ചറായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നു, ആളുകളെ ഇട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു.
അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടിസിലാകട്ടെ മുംബൈയിൽ ഹൈദരാബാദിൽ പോയി പഠിച്ച സമയം, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിലെത്തിയിട്ടുള്ളൊരു സമയം, ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മളൊന്നും കൂടി സെൽഫ് ഡിസിപ്ലിൻഡ് ആവുന്നു, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്കുള്ളൊരു യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഈ ഒരു സവിശേഷം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം.